അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2019 ഹനീഫ് അദേനി, നിവിൻ പോളി കൂട്ടുകെട്ടിൽ വന്ന മിഖായിൽ എന്ന മൂവിയിലെ ഉണ്ണിമുഖം ചെയ്ത മാർക്കോ ജൂൻ എന്ന ക്യാരക്ടറിന്റെ സ്പിൻ ഓഫ് ആയി ഈ വർഷം പുറത്തിറങ്ങിയ ആക്ഷൻ അഡ്വഞ്ചറസ് മൂവിയാണ് മാർക്കോ. മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള മൂവി എന്ന രീതിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ട മാർക്കോ അനൗൺസ്മെന്റ് സ്റ്റിൽ മുതൽ ഇറക്കിയ എല്ലാ പോസ്റ്ററിലും ടീസറിലും എല്ലാം ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഒരു എക്സീഡഡ് ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഹൈപ്പിനെ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം നമുക്ക് ഈ വീഡിയോയിലൂടെ. മിഖായിൽ നിന്ന് മാർക്കോയിലേക്ക് വരുമ്പോൾ സിദ്ദീഖ് ചെയ്ത ജോർജ് ബേട്ടറിനോടൊപ്പം ജഗദീഷ്, അഭിമന്യു ഷമിതിലകൻ, ആൻസൺ പോൾ, യുക്തി തരേജ, ദുർവാ തഖേർ, കബീർ ദുഹാൻ സിംഗ്, അർജുൻ നന്ദകുമാർ, ദിനേശ് പ്രഭകർ എന്നിവരും സിനിമയിൽ പുതുതായി ഭാഗമാവുന്നുണ്ട്. തന്റെ ഫാമിലി നടക്കുന്ന ഒരു ഇൻസിഡന്റിന് പകരമായി ഉണ്ടാകുന്ന റിവെഞ്ച് സ്റ്റോറി എന്ന യൂഷ്വൽ സ്റ്റോറി ലൈൻ ആണെങ്കിൽ പോലും കൃത്യമായ ആക്ഷൻ സീനുകൾ കൊണ്ടും വളരെയധികം ഗോറിയായ വയലൻസ് സീനുകൾ കൊണ്ടും അതിനെ കറക്റ്റായി ബ്ലെൻഡ് ചെയ്യാൻ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ഹനീഫ് അദേനിക്ക് 100% സാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ. വളരെയധികം ഇമോഷണൽ ഡെപ്തായ ഒരു ബാക്കിംഗ് ഉള്ളത് കൊണ്ട് തന്നെ സിനിമയിൽ നടക്കുന്ന എല്ലാ ആക്ഷൻ സീനുകൾക്കും വയലൻസ് സീനുകൾക്കും പിന്നിലെ ആ ഒരു പെയിൻ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി തരാനും ഡയറക്ടർക്ക് വളരെ ഈസിയായി തന്നെ സാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ. നല്ല രീതിയിൽ ബ്രീത്തിങ് സ്പേസ് നൽകിക്കൊണ്ട് വളരെ പതിഞ്ഞ താളത്തിൽ തുടങ്ങി ഓരോ സീനുകളാൽ ബിൽഡ് ചെയ്ത് സിനിമ ഒരു ഇന്റർവെല്ലിനോടടുത്ത് ഒരു ടോപ്പ് ഗിയറിലേക്ക് പോകുന്ന കാഴ്ചയും ആ ഒരു ഗിയറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഹുക്കിൽ തന്നെ ഇന്റർവെൽ അവസാനിപ്പിക്കുന്ന കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ബിൽഡ് ചെയ്ത് വെച്ച ആ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് എത്തിയതിനു ശേഷം സിനിമ എക്സ്ട്രാ ഓർഡിനറി ലെവലിലേക്ക് പോകുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ആക്ഷൻ സീനുകൾ കൊണ്ടും വളരെയധികം ഗ്രൂസമായിട്ടുള്ള വയലൻസ് സീനുകൾ കൊണ്ടും സമ്പന്നമായ സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് പോർഷൻ കൂടി കഴിയുമ്പോൾ ഒരു പീക്ക് സാറ്റിസ്ഫാക്ഷൻ ലെവലിലേക്കും പോകുന്ന കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ റസൽ എന്ന ക്യാരക്ടറായി ശബ്ദം കൊണ്ടും ആ ഒരു ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടും ആക്ഷനുകളിലും വളരെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ച അഭിമന്യു ഷമിതിലകൻ വളരെ വലിയ കയ്യടിയാണ് അറിയിക്കുന്നുണ്ടായിരുന്നത്. മിഖായിൽ പെട്ടെന്ന് തന്നെ മരിച്ച സിദ്ദീഖിന്റെ ജോർജ് ബീറ്റർ എന്ന ക്യാരക്ടറിനെ വെറുതെ കൊണ്ടുവന്ന് ഒരു കോമഡി പീസ് ആക്കാൻ നിൽക്കാതെ എന്തെങ്കിലും ചെയ്യാനുള്ള രീതിയിലാണ് ഹനീഫ് ആ ഒരു ക്യാരക്ടറിനെ ഈ സിനിമയിൽ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തതായും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു ക്യാരക്ടർ എന്ന രീതിയിൽ എന്നിലെ പ്രേക്ഷകനെ ഏറ്റവും കൂടുതൽ ഇന്റിമിഡേറ്റിങ്ങും ഈവിളും ഓവർ കാരണവും ആറ്റിറ്റ്യൂഡ് കാരണവും ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നത് ജഗദീഷ് ചെയ്ത ടോണി ഐസക് എന്ന ക്യാരക്ടറായിരുന്നു. കൂടുതലായി ഒന്നും തന്നെ ചെയ്യുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കിംഗ് സ്റ്റൈൽ കൊണ്ടും ആറ്റിറ്റ്യൂഡ് കൊണ്ടും ആ ഒരു കരിസ്മ കൊണ്ടും എന്നെ അദ്ദേഹം ഫാനാക്കി കളഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. അതോടൊപ്പം കബീർ ദുഹാൻ സിംഗ് ചെയ്ത സൈറസ് ഐസക് എന്ന ഈവിൾ വില്ലൻസവും എനിക്ക് ഈ സിനിമയിലൂടെ കാണാൻ സാധിച്ചു. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ ആ ക്യാരക്ടറിനെ അദ്ദേഹം ഫുൾ ഓഫ് ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ. ആൻഡ് ഫൈനലി ദ മാൻ മാർക്കോ. ഉണ്ണിമുകുന്ദൻ എന്ന അഭിനേതാവിന്റെ സിനിമാ ജീവിതത്തിൽ അദ്ദേഹം ഇത്രയും കാലം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് എന്ന രീതിയിലാണ് അദ്ദേഹം ഈ സിനിമയിലുടനീളം തന്റെ ക്യാരക്ടറിനെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സ്വാഗും ആറ്റിറ്റ്യൂഡും സ്മോക്കിംഗ് സീൻസും ആക്ഷൻ സീനുകളിലെ ചടുലതയും എല്ലാം കാണുമ്പോൾ ഒരു പെർഫെക്റ്റ് ആക്ഷൻ ഹീറോ മെറ്റീരിയലിനെ നമ്മുടെ മലയാള സിനിമയ്ക്ക് ലഭിച്ചു എന്ന് തന്നെയാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഒരു ആക്ഷൻ ഹീറോ എന്നതിലുപരി ഇമോഷണൽ സീൻസിലുള്ള തൻ്റെ കൈയടക്കവും ഈ സിനിമയിലൂടെ എനിക്ക് ഉണ്ണിമുകുന്ദനിൽ നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതും അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്തതായി എനിക്ക് അനുഭവപ്പെട്ടു. ഇനി ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ ചന്ദ്രു സെൽവരാജിന്റെ ഇന്റർനാഷണൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സിനിമാറ്റോഗ്രാഫി ആണെങ്കിൽ പോലും ഷമീർ മുഹമ്മദിന്റെ ആക്ഷൻ രംഗങ്ങളിലും അതുപോലെ തന്നെ വയലൻസ് സീനുകളിലും എല്ലാം വളരെ സ്മൂത്തായി വെക്കുന്ന എഡിറ്റിംഗ് പാറ്റേൺ ആണെങ്കിൽ പോലും സിനിമയെ വളരെയധികം ഹൈ ലെവലിലേക്ക് കൊണ്ടുപോകുന്ന രവി ബസ്രൂറിന്റെ കണ്ണൻ ചിപ്പിക്കുന്ന മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് പ്ലസ് വിജിഎം ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പോലും എല്ലാം സിനിമയെ ടോപ്പ് നോച്ച് ആക്കുന്നതിൽ വളരെ വലിയ പങ്കാണ് വഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇൻ കൺക്ലൂഷൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മാർക്കോ എന്ന മൂവി എന്നിലെ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ സിനിമയുടേതായി പുറത്തിറങ്ങിയ പോസ്റ്റേഴ്സ്, സോങ്സ്, ടീസർ കൊണ്ടെല്ലാം ജനറേറ്റ് ചെയ്യപ്പെട്ട ആ ഒരു ഹൈപ്പിനെ കൃത്യമായി മീറ്റ് ചെയ്തുകൊണ്ട് ഈ വർഷം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ആക്ഷൻ മൂവിയെ തന്നെയാണ് മാർക്കോ എന്നിലെ പ്രേക്ഷകന് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം മറ്റൊന്നായിരിക്കാം.
അതെല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.